ഇനി വരാനിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിഗതികൾ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതൊരു സൂചനയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിൽ ഒരു വിഭാഗം ഉപതെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. 13 മണ്ഡലങ്ങളിൽ രാജ്യവ്യാപകമായി നടന്ന 7 സംസ്ഥാനങ്ങളിൽ 13 നിയോജക മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. അതിൽ BJPക്ക് ആശ്വസിക്കാൻ ഒന്നുമില്ല. അവിടെ 2 സീറ്റാണ് BJPക്ക് കിട്ടിയത്. കോൺഗ്രസിന് 4 സീറ്റ്, തൃണമൂൽ കോൺഗ്രസിന് 4 സീറ്റ്, ഒരു സ്വതന്ത്രൻ, ഒരു DMK സ്ഥാനാർത്ഥി, അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി. അങ്ങനെ 13 സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് തത്വത്തിൽ 10 സീറ്റ് ലഭിച്ചു എന്ന് പറയാം. അത് മുന്നണിയായിട്ടാണ് അവർ ആ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ക്രെഡിറ്റ് 10 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കൊടുത്തു എന്ന ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നില്ല. മറിച്ച് 10 സീറ്റുകൾ ലഭിച്ചു ഇന്ത്യ മുന്നണിക്ക്, പക്ഷേ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് 10 സീറ്റ് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യം തന്നെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഇനി വരാനുള്ള പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംസ്ഥാനത്ത് നടക്കേണ്ട 10 നിയോജക മണ്ഡലത്തിൽ, ആ ഒറ്റ സ്റ്റേറ്റിൽ 10 നിയോജക മണ്ഡലങ്ങളിൽ നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് സംഭവിക്കാനുള്ള കാരണം പല പാർട്ടികളും, BJPയും സമാജ്വാദി പാർട്ടിയും ഒക്കെ തന്നെ നിയമസഭാ സാമാജികരെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ MP-മാരായി മാറിയപ്പോൾ അവരുടെ മണ്ഡലങ്ങൾ വേക്കൻ്റായി മാറി. അങ്ങനെ 5 BJP സ്ഥാനാർത്ഥികളാണ്. 5 മണ്ഡലങ്ങളിൽ BJP വിജയിച്ച 5 മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി വിജയിച്ച 3 മണ്ഡലങ്ങളിലും, ഒരു മണ്ഡലം നിഷാദ് പാർട്ടിയും മറ്റൊരു മണ്ഡലം RLDയും ഒക്കെ ജയിച്ച മണ്ഡലങ്ങളാണ്. അപ്പം നിലവിൽ സ്ഥിതിഗതികൾ സമാസമമാണ്. NDA മുന്നണിക്ക് 5, ഇന്ത്യ മുന്നണിക്ക് 5. ഇന്ത്യ മുന്നണിയിലെ 5ഉം സമാജ്വാദി പാർട്ടി, NDA മുന്നണിയിലെ 5-ൽ 3 BJP, 1 നിഷാദ് പാർട്ടി, 1 രാഷ്ട്രീയ ലോക്ദൾ, ജാട്ടുകളുടെ പാർട്ടിയായ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ലോക്ദൾ. ഇതാണ് നിലവിലെ അവസ്ഥ. ഇനി വരാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്നത്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും അതങ്ങനെ തന്നെ ആയിരിക്കും. ഹരിയാനയിൽ ഇപ്പോൾ വെട്ടിപ്പൊട്ടിക്കഴിഞ്ഞു. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി അവിടുത്തെ 90 സീറ്റിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഉടനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും. അപ്പൊ ഇന്ത്യ മുന്നണി ഹരിയാനയിലെങ്കിലും പൊളിഞ്ഞു പാളീസായി. കോൺഗ്രസ് ആപ്പ് സഖ്യം അവിടെ ഇല്ല എന്നാണ് ആപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാണ് അവിടുത്തെ അനിഷേധ്യമായ നേതൃസ്ഥാനത്തുള്ളത്. ഇപ്പോൾ അഖിലേഷ് യാദവ് നയിക്കുകയും ഒറിജിനലി മുലായം സിംഗ് യാദവ് കെട്ടിപ്പടുക്കുകയും ചെയ്ത പഴയ ജനതാ പാർട്ടിയുടെ ഉത്തർപ്രദേശിലെ രൂപമാണ് സോഷ്യലിസ്റ്റുകളുടെ കൂടി പിന്തുണയുള്ള സമാജ്വാദി പാർട്ടി. ആ പാർട്ടിയുടെ 5 MLA-മാരാണ് മത്സരിക്കുന്നത്. 5 സീറ്റുകളാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാനുള്ളത്. കാരണം അവരുടേതാണ് 5 സീറ്റുകൾ. ആ 5 സീറ്റുകൾ അവരെ വിജയിച്ചു വന്നേ പറ്റൂ. അല്ല എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച ഒരു മേൽക്കൈ അത് ഫ്ലൂക്കിന് ലഭിച്ചതാണ്, ചക്ക വീണ് മുയൽ ചത്തതാണ് എന്ന് ആളുകൾ പറയും. അതൊഴിവാക്കേണ്ടതിന് അവർ ജയിച്ചേ തീരൂ. ഇനി BJPയുടെ ഭാഗത്തു നിന്നുള്ള 3 സീറ്റുകളിൽ ഏതെങ്കിലും പിടിച്ചെടുക്കാനാവുമോ സമാജ്വാദി പാർട്ടിക്ക്? അതുപോലെ RLDയുടെ ഒരു സീറ്റ്, അതുപോലെ നിഷാദ് പാർട്ടിയുടെ ഒരു സീറ്റ് പിടിച്ചെടുക്കാനാവുമോ ഇന്ത്യ മുന്നണിക്ക്? അഖിലേഷ് യാദവ് പറഞ്ഞു കഴിഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സഖ്യം, കോൺഗ്രസ് പാർട്ടിയുമായി ഉണ്ടായ സഖ്യം, ഉത്തർപ്രദേശിൽ പ്രധാന അലൈ കോൺഗ്രസ് ആണല്ലോ. സമാജ്വാദി പാർട്ടി 1-ാം സ്ഥാനത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തും. 3-4 സ്ഥാനങ്ങൾ അവിടെ പ്രായോഗികമല്ല. കാരണം അവിടെ അങ്ങനെ അധികം ഇടതുപക്ഷങ്ങൾക്കോ മറ്റു ചെറിയ പാർട്ടികൾക്കോ കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനമാണ്. ആം ആദ്മി പാർട്ടിക്ക് പോലും കാര്യമായ സ്വാധീനമില്ലാത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന സഖ്യം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരുമിച്ച് കൈകോർത്ത് മത്സരിക്കും എന്നാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നോക്കൂ, യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി, BJP മുഖ്യമന്ത്രി, ഒരു വലിയ അഗ്നി പരീക്ഷ നേരിടുകയാണ്. അദ്ദേഹത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ പുറപ്പാടുണ്ട്. ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിന്റെ കൂടി അനുഗ്രഹാശിസുകളോടെയാണോ ഇത് സംഭവിക്കുന്നത് എന്നത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അങ്ങനെയാണ് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. ഇവിടെ യോഗി ആദിത്യനാഥിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാപഭാരം പേറേണ്ടി വന്നു.
അദ്ദേഹത്തിൻ്റെതല്ലാത്ത കുറ്റത്തിന് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം കേന്ദ്ര നേതൃത്വമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത്. അതങ്ങനെ തന്നെ വേണം. കാരണം സംസ്ഥാന മുഖ്യമന്ത്രിയോട് ആലോചിക്കണം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണവസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ കാരിസ്മ ഒരു വളരെ നിർണായക കാര്യമാണ്. അക്സെപ്റ്റൻസ് വളരെ നിർണായക കാര്യമാണ്. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന സംസ്ഥാന മുഖ്യമന്ത്രിക്ക് BJP ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുമോ? സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുമോ എന്നതാണ് വിഷയം, കാതലായ വിഷയം. ഇതുവരെ അതേക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഉണ്ടായില്ല. പക്ഷെ ഞാൻ കരുതുന്നത് ഇപ്രാവശ്യം യോഗിക്കൊരു ലോങ് റോപ്പ് കൊടുക്കും. ലോങ് റോപ്പ് എന്നുള്ളത് ഇംഗ്ലീഷ് ഒരു പദപ്രയോഗം, ഒരു ശൈലീ പ്രയോഗമാണല്ലോ. ഒരു കയറ് കൊടുക്കുക, നീണ്ട ഒരു കയറ് കൊടുക്കുക. അതുകൊണ്ട് കുഴിയിൽ നിന്നും പിടിച്ച് കയറാനോ അല്ലെങ്കിൽ സ്വയം തൂങ്ങിച്ചാകാനോ പ്രയോഗിക്കാം. അത് ഗുണത്തിനോ ദോഷത്തിനോ ആകാം. അപ്പം ഗുണമാണെങ്കിലും യോഗി തീരുമാനിക്കേണ്ട 10 സ്ഥാനാർത്ഥികളെ. ഗുണമാണെങ്കിൽ യോഗിക്ക് എടുക്കേണ്ട ക്രെഡിറ്റ്, ദോഷമാണെങ്കിൽ യോഗിക്ക് നേരെ കൂടുതൽ വാളുകൾ ഉയരും സംഘടനയ്ക്കുള്ളിൽ. അപ്പം എങ്ങനെ വന്നാലും ഇത് യോഗിയുടെ തെരഞ്ഞെടുപ്പായിരിക്കും. യോഗി കേന്ദ്രീകൃതമായ ഒരു മെഷീനറിയാണ് ഉത്തർപ്രദേശിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകാൻ കഴിയുന്നത്. ഇനി വിജയ സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ വളരെ ഏർലി പ്രഡിക്ഷൻസ് ആണ്. പക്ഷെ വിജയ സാധ്യത ഇന്ത്യ മുന്നണി നല്ല ഗൃഹപാഠം ചെയ്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ത്യ മുന്നണി പിന്നാക്കം പോകും, ഇന്ത്യ മുന്നണിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാവില്ല, BJPക്ക് ആയിരിക്കും മേധാവിത്വം എന്ന് കൂടുതലും പേര് നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി BJPക്ക് തന്നെ ഇന്ത്യ മുന്നണിക്ക് അവിടെ മേൽക്കൈ ഉണ്ടായി. സമാജ്വാദി പാർട്ടിക്ക് 37 ലോക്സഭാ സീറ്റുകൾ ലഭിച്ചു, കോൺഗ്രസിന് 6 ലഭിച്ചു. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് 80-ൽ 43 സീറ്റുകൾ ലഭിച്ചു. BJP കേവലം 33 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ്. അത് കേവലം ഒരു യാദൃച്ഛികമായ തിരിച്ചടിയാണെന്ന് തെളിയിക്കേണ്ട ചുമതല ഈ ഉപതെരഞ്ഞെടുപ്പിൽ യോഗിയുടെ മേൽ വന്നു ചേർന്നിരിക്കുന്നു. ഇനിയാണ് ഇവിടെ കാസ്റ്റ് ബാലൻസ് അവിടെ കണക്കാക്കേണ്ടത്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ മനസ്സിലാക്കണമെങ്കിൽ ജാതി സമവാക്യങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിലേ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പൊ കേരളത്തിലെ പോലെ അല്ല അവിടുത്തെ കാസ്റ്റ് ഇക്വേഷൻസ് വർക്ക് ചെയ്യുന്നത്. അവിടെ യാദവ് ഒരു പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്. പിന്നാക്ക വിഭാഗം OBC ആണെങ്കിൽ പോലും ആ OBC വിഭാഗത്തിലെ യാദവ് ഇതര OBCകൾ അവർ കുറേയേറെ കാലമായി, ഇപ്പം കല്യാൺ സിംഗിൻ്റെ കാലം മുതൽ ഏറെക്കാലമായി അവർ BJPയോടൊപ്പം കട്ടക്ക് നിൽക്കുകയാണ്. അത് മാത്രമല്ല മറ്റു ചില OBC പാർട്ടികൾ, അനുപ്രിയ പട്ടേലിൻ്റെ അപ്പനാദൾ ഉൾപ്പെടെ ചില OBC പാർട്ടികളും ജാട്ട് പാർട്ടിയായ RLD, രാഷ്ട്രീയ ലോക്ദൾ, ചരൺ സിംഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ അജിത് സിംഗിൻ്റെയും ഒക്കെ പാർട്ടിയാണ്. ആ പാർട്ടിയൊക്കെ ഇപ്പോൾ BJPയുമായി സഖ്യത്തിൽ NDAൽ നിൽക്കുന്നു. അതുകൊണ്ട് ജാട്ടുകളുടെയും യാദവിതര OBCകളുടെയും മുന്നാക്ക വിഭാഗ, രാജ്പുട്ടുകൾ ഉൾപ്പെടെ ബ്രാഹ്മൺ ഉൾപ്പെടെ ഉള്ള മുന്നാക്ക വിഭാഗക്കാരുടെയും എല്ലാം പിന്തുണ ഉറപ്പാക്കി മുന്നോട്ട് പോവുകയായിരുന്നു രജപുട്ട് വിഭാഗക്കാരനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇനി മുഖ്യമന്ത്രി യോഗിയെക്കുറിച്ച് ഒരു വാക്കുകൂടി. അദ്ദേഹം ചില്ലറക്കാരനല്ല, അദ്ദേഹം യോഗിയാണ്, സന്യാസിയാണ്, അതേസമയം 100% രാഷ്ട്രീയക്കാരനുമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ BJP അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനത്തെ കൊണ്ടുവന്നയാളാണ് യോഗി ആദിത്യനാഥ്. അത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന് പറയാം. കാരണം ജാതിക്ക് മേലെ കളിക്കാൻ ഒരു സ്വാമിയുടെ, ഒരു സന്യാസിയുടെ ജാതി ഏതെന്ന് ആരും ചോദിക്കില്ലല്ലോ. മറ്റേത് ഒരു OBCക്കാരനെ ആക്കിയാൽ അവർ മറ്റു ആളുകൾ പിണങ്ങും, അല്ലെങ്കിൽ മുന്നോക്കക്കാരനെ ആക്കിയാൽ OBCകൾ പിണങ്ങും, ദളിതനെ ആക്കിയാൽ മറ്റെല്ലാവരും പിണങ്ങും. അതുകൊണ്ട് അതുക്കും മേലെ കളിക്കാൻ പറ്റുന്ന ഒന്നാന്തരം മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു യോഗിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു നിയമനം. എന്നാൽ യോഗിക്കെതിരെ ഇപ്പോൾ പല വാളുകളും ഉയരുന്നുണ്ട്. മറിച്ച് അദ്ദേഹം ജാതീയമായി ചിന്തിക്കുന്നു, അദ്ദേഹം ഏകാധിപത്യപരമായി പെരുമാറുന്നു, അദ്ദേഹം വേണ്ടതുപോലെ പാർട്ടിക്കാരെ കാണുന്നില്ല, അദ്ദേഹത്തിന് ജാതീയ ചിന്തകൾ കൂടുതലാണ് എന്ന രീതിയിൽ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല, സമാജ്വാദി പാർട്ടി ചെയ്തതുപോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJPയുടെ ഭാഗത്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടി വരും. കാരണം സമാജ്വാദി പാർട്ടി പ്രാവശ്യം യാദവിതര OBCകളെ, അതായത് BJPയുടെ കോർ വോട്ട് ബാങ്കായ യാദവിതര OBCകളെ വലിയ തോതിൽ രംഗത്തിറക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടം കൈവരിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു പുതിയ കമ്മ്യൂണിറ്റിയെ, ഒരു പുതിയ വോട്ട് ബാങ്കിനെ BJPക്ക് സൃഷ്ടിക്കേണ്ടി വരും. അത് ലഭിക്കാവുന്ന ഒരു കാര്യം ദളിത് വോട്ടുകളാണ്. ദളിത് വോട്ടുകൾ മായാവതിയുടെ ആയിരുന്നു. ട്രഡീഷണലി 20% വരുന്ന ദളിത്, മഹാദളിത് വിഭാഗങ്ങളുടെ ഒരു നല്ല പങ്ക് BSP, ബഹുജൻ സമാജ് പാർട്ടിക്ക് ചെയ്തിരുന്നു. അവിടെ ബഹുജൻ സമാജ് പാർട്ടി ഇപ്പോൾ ഡിക്ലൈനിലാണ്, പതനത്തിൻ്റെ വഴിയിലാണ്. എനിക്ക് തോന്നുന്നു പതനത്തിൻ്റെ പടുകുഴിയിലാണ്.
ബഹുജൻ സമാജ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തേ ഇല്ലായിരുന്നു. അവർ ദളിത് വോട്ടുകൾ കുറെ പിടിച്ചു, 10% വോട്ട് പിടിച്ചു, ശരിയാണ്. പക്ഷേ അത് സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയാണ് പ്രതിരോധത്തിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. BSPയുടെ ദളിത് വോട്ടിൻ്റെ ഒരു വിഭാഗം കോൺഗ്രസിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ദളിതുകളുടെ ഒരു വിഭാഗം BJPയിലേക്കും പോയി എന്നത് വസ്തുതയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും BJPക്ക് സ്വാംശീകരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ 3 സീറ്റുകളെങ്കിലും BJPക്ക് നിലനിർത്തുക ബുദ്ധിമുട്ടായി വരും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് വ്യത്യസ്തമായ കാരണങ്ങളാണ്, ദേശീയ കാരണങ്ങളാണ്. പക്ഷെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം യോഗി ആദിത്യനാഥിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഒരു പരിധിവരെ ബാധിക്കാം. ഇപ്പോൾ യോഗിയെ മാറ്റണമെന്ന് ആരും പറയില്ല. ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കാമെന്ന സന്നദ്ധത പ്രകടിപ്പിച്ചു, BJP അധ്യക്ഷൻ അല്ലേ. അപ്പോൾ അദ്ദേഹം ഭൂപേന്ദ്ര സിംഗ് ചൗധരി രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് തുടരൂ. അതുപോലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും യോഗി ആദിത്യനാഥുമായി നല്ല ചർച്ചയിലല്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് യോഗിയുടെ നേതൃത്വത്തിൽ ഉഗ്രമായ ഒരു പ്രകടനം BJPക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ NDAയുടെ 5 സീറ്റ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് നിലനിർത്താനെങ്കിലും കഴിഞ്ഞില്ല എങ്കിൽ, ഒരുപക്ഷെ യോഗിയെ മാറ്റണം എന്ന രീതിയിൽ ആഭ്യന്തരമായി ചില നീക്കങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അത് മാത്രമല്ല, എന്തുകൊണ്ട് ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മൾ ഏറെ സംസാരിക്കുന്നു എന്ന ഒരു ചോദ്യവും ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. ഇന്ത്യ എങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ പ്രഭവ കേന്ദ്രം, എന്നതിൻ്റെ ഉദ്ഭവം ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ 4/1 ഒരു ഭാഗതയും അല്ല 5/1 ഭാഗതയും നിർണ്ണയിക്കുന്ന വലിയ സംസ്ഥാനം എന്ന നിലയിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നത്.